ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒക്ടോബർ 29 ഒന്നാമത്തെ വായനാ ഭാഗം 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. അമസ്യാവ് രാജാവായിരുന്നു 29 വർഷം കഴിഞ്ഞ് 54-ാമത്തെ വയസ്സിൽ മരിച്ചു. ശേഷം 16 വയസ്സുള്ള ഉസിയാവെ യഹൂദ ജനമൊക്കെയും കൂട്ടിക്കൊണ്ടുവന്ന് രാജാവാക്കി. ഈ ഉസിയാവ് 52 വർഷമാണ് യെരുശലേമിൽ രാജാവായിരുന്നത്. പക്ഷേ അമസ്യാവിന് തൻ്റെ പിതാവിനെ പോലെ തന്നെ ദൈവകാര്യത്തിൽ പ്രത്യേക താല്പര്യവും ദൈവഭയവും അവനെ ഉപദേശിച്ചു വന്ന സെഖരിയാവ് എന്ന പുരോഹിതൻ്റെ കാലത്തൊക്കെയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ആ കാലമൊക്കെയും ഈ ഉസിയാവിന് ദൈവത്തിൻ്റെ വലിയ സഹായം കിട്ടി, വലിയ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. ഫെലിസ്ത്യരോട് യുദ്ധത്തിൽ ജയിക്കുന്നു. അമ്മോന്യർ കാഴ്ചകൾ കൊണ്ടുവരുന്നു. പിന്നെ അരാബ്യർക്കും മെയ്യൂന്യർക്കും വിരോധമായി ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകുന്നു. അങ്ങനെ വളരെ പ്രബലനായി തീർന്നതുകൊണ്ട് ഏകദേശം ഈജിപ്റ്റ് വരെ വളരെ പേരും പ്രസിദ്ധിയും ഉസിയ രാജാവിന് ലഭിക്കുകയാണ്. അത് കഴിഞ്ഞ് പല പല രാജ്യത്തിനകത്ത് പലതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കൃഷിഭൂമികൾ ഒക്കെ, മരുഭൂമി ഒക്കെ ആയിരുന്ന സ്ഥലങ്ങളോ അല്ല അതുപോലെയുള്ള സ്ഥലങ്ങളോ കുന്നുകളോ ഒക്കെ വിവിധങ്ങളായ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അദ്ദേഹം കൃഷിക്ക് വലിയ താല്പര്യമുള്ള രാജാവായിരുന്നു. മലകളിലും ഒക്കെ കൃഷി, മുന്തിരിത്തോട്ടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ 2600 യുദ്ധവീരന്മാർ, അതായത് തലവന്മാരായിട്ട് 2600 യുദ്ധത്തിൻ്റെ തലവന്മാർ, താഴെ 3,07,500 പേരുള്ള ഒരു വലിയ സൈന്യം ഒക്കെ ഉസിയാവ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ പരിച, കുന്തം, തലക്കോരിക, കവചം, വില്ല്, കവിണക്കല്ല് എന്നിവയൊക്കെ ഉണ്ടാക്കി അതൊക്കെ പ്രയോഗിക്കാനുള്ള പരിശീലനമൊക്കെ അവർക്ക് കൊടുത്തു. എന്നാൽ താനൊന്ന് ബലവാനായി തൻ്റെ ശ്രുതിയൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെയും പടർന്ന് ഒക്കെ ഒരു സമയമായപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു, അഹങ്കാരിയായി മാറി. അത് കാരണം ചെയ്തൊരു കുറ്റം, ദൈവത്തിൻ്റെ ആലയത്തിലെ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ കടന്നു വന്നു. ഇത് ഒരു ഗോത്രത്തിനും കൊടുത്തിട്ടുള്ളതല്ല. ലേവ്യ ഗോത്രത്തിനും പൂർണ്ണമായിട്ടില്ല. ലേവ്യ ഗോത്രത്തിലെ അഹരോന്റെ മക്കളായിരിക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ആ സമയത്താണ് രാജാവ് ധൂപം കാട്ടുവാനായിട്ട് ആലയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അസരിയ പുരോഹിതനും വേറെ ഒരു 80 പുരോഹിതന്മാരും ധൈര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നിട്ട് ഉസിയാവിനെ തടുത്തു. ഉസിയാവെ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നു നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്കാണുള്ളത്. അവരാണ് അത് ചെയ്യേണ്ടത്. നീ ചെയ്യുന്നത് ലംഘനമാണ്. ദൈവത്തിന് മുമ്പാകെ നിനക്കത് നല്ലതായിരിക്കില്ല. നിനക്ക് ദൈവകോപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ധൂപം കലശം കൈ പിടിച്ചുകൊണ്ട് തന്നെ ഉസിയാവ് കോപിക്കുന്നതായിട്ടാണ് കാണുന്നത്. കോപിച്ച് ഇരിക്കുമ്പോൾ തന്നെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ നോക്കിക്കൊണ്ടിരിക്കുമ്പം നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുകയാണ്. അപ്പോൾ ഈ കുഷ്ഠം ആയിക്കഴിഞ്ഞാൽ കുഷ്ഠത്തിന് ലേവ്യ പുസ്തകത്തിൽ കുഷ്ഠത്തിൻ്റെ നിയമങ്ങൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അയാളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റണമെന്നും വേറെ ഒറ്റയ്ക്ക് പാർപ്പിക്കണമെന്നും പുരോഹിതൻ ഇടയ്ക്കിടയ്ക്ക് അതിന് കാലഘട്ടം വെച്ചിരുന്നു. ആഴ്ചതോറും 14 ദിവസമോ 7 ദിവസമോ ഒക്കെ പോകുമ്പം കൂടുമ്പോൾ പോയി നോക്കണം കുഷ്ഠത്തിൻ്റെ വ്യാപ്തി, അത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, ആഴത്തിലിറങ്ങിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ അവരെ എല്ലാവരും കൂടെ ഉസിയാവിനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഉസിയാവിന് മനസ്സിലായി. ഉസിയാവിന് വളരെ ബന്ധപ്പെട്ടാണ് പുറത്തേക്ക് വന്നത്.
ജീവപര്യന്തം കുഷ്ഠരോഗിയായിട്ടാണ് മരിക്കുന്നതുവരെയും ഉസിയാവ് കുഷ്ഠരോഗിയായിരുന്നു. നമ്മൾ ഈ നിയമം പോലെ തന്നെ ഒരു പ്രത്യേക ശാലയിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടിയും വന്നു. ഈ രാജാവിൻ്റെ മകൻ യോഥാം രാജധാനിക്ക് മേൽ വിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. രാജാവായില്ല, കാരണം ഉസിയാവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് രാജാവാകാൻ കഴിയില്ല. ഉസിയാവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഈ രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം മേൽനോട്ടവും അതുപോലെ തന്നെ ന്യായപാലനമൊക്കെ ചെയ്തു വന്നു. ആ ഒരു നേതൃത്വത്തിൽ നിന്നതേ ഉള്ളൂ, രാജാവായിട്ട് ചെയ്തില്ല. ഈ ഉസിയാവിൻ്റെ വൃത്താന്തങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യത്തെ വാക്കുകൾ ഓർമ്മ വന്നാൽ, ആമോസിൻ്റെ മകനായ യെശയ്യാവ്, ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്ത് യഹൂദയെയും യെരുസലേമിനെയും പറ്റി സംസാരിച്ച അല്ലെങ്കിൽ പ്രവചിച്ച പ്രവാചകം എന്നാണ്. അപ്പം ഉസിയാവ്, യോഥാം, ആഹാസ് അതുപോലെ തന്നെ യെഹിസ്കിയാവ് എന്നീ 4 രാജാക്കന്മാരുടെ കാലത്ത് യഹൂദയിൽ പ്രവചന ശുശ്രൂഷ നടത്തിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ വൃത്താന്തങ്ങൾ ഈ ഉസിയാവിൻ്റെ രാജഭരണത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെയും ഡയറിയൊക്കെയും അതിൽ എഴുതിയിട്ടുണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഉസിയാവ് പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ അവരുടെ പിതാക്കന്മാരുടെ അടുക്കൽ തന്നെ അവനെ അടക്കം ചെയ്യുകയും ചെയ്തു. ആ മരണശേഷമാണ് യോഥാം ഉസിയാവിന് പകരം രാജാവായി വാഴുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഇന്ന് 26-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു രാജാവ് നല്ല കാലം നന്നായി ഭരിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ നീതിയോടെയും ന്യായത്തോടെയും ദൈവഭയത്തോടെയും കൂടി ഭരിച്ചിരുന്ന കാലത്ത് ദൈവത്തിന് സഹായമുണ്ടാകുന്നതും, എന്നാൽ ദൈവത്തെ വിട്ടുമാറി തൻ്റെ നീളമൊക്കെയും വന്നപ്പോൾ ദൈവം അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും, എന്നാൽ അവനെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ അയക്കുന്നതും അതിനുള്ള അവസരമൊക്കെ അവിടെ കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും വന്നു ഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തരും. പക്ഷേ പലപ്പോഴും നമുക്കത് മനസ്സിലാതെ പോകും എന്നുള്ളതാണ്. മനസ്സിലായാൽ, തിരിച്ചു വന്നാൽ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും. അതുതന്നെയാണ് ഈ പുസ്തകത്തിലും നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി നിൽക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. നമ്മളിപ്പോൾ ദാര്യാവേശ് രാജാവിൻ്റെ കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് ബാബേൽ രാജാവ് ബെൽഷസ്സറിൻ്റെ കാലത്ത്, ബെൽഷസ്സർ രാജാവിൻ്റെ 1-ാമത്തെ ആണ്ടിൽ ദാനിയേൽ കണ്ട ഒരു സ്വപ്നത്തെ വിശദീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉറക്കത്തിൽ, കിടക്കയിൽ ദർശനങ്ങളുണ്ടായി. സ്വപ്നം ഒരു കാര്യമൊക്കെ വിവരിച്ചു വെച്ച കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന്, മഹാസമുദ്രം എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടലാണ്, ആ കടലിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വരുന്നത് കണ്ടു സമുദ്രത്തിൽ നിന്ന്. 1-ാമത്തെ സിംഹത്തോടിൻ്റെ മുഖമുണ്ടായിരുന്നു, 2-ാമത്തേത് കരടിയോട് സദൃശ്യമായൊരു മൃഗമായിരുന്നു, 3-ാമത്തേത് പുള്ളിപ്പുലിക്ക് സദൃശ്യമായൊരു മൃഗം, 4-ാമതൊരു മൃഗം. ആ മൃഗത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ മൃഗം എന്ത് തരം മൃഗമാണെന്ന് പറയുന്നില്ല. 1-ാമത്തെ മൃഗമായ സിംഹത്തിന് ചിറകുണ്ടായിരുന്നു, കഴുകിൻ്റെ ചിറക്. അതിന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിറക് പറഞ്ഞു പോന്നു. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിർത്തി സിംഹത്തിനെ. അതിന് മാനുഷ്യ ഹൃദയം കൊടുത്തു 1-ാമത്തെ മൃഗത്തിന്. 2-ാമത്തെ മൃഗം, കരടിയോട് സദൃശ്യമായ മൃഗത്തിന്, അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അതിനോട് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറയുന്ന ശബ്ദവും കേട്ടു. 3-ാമത്തെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മൃഗമാണെങ്കിൽ അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയുണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു.
രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഗൗരവവും ഭയങ്കരവുമായുള്ള അതിബലമുള്ള മറ്റൊരു നാലാമത്തെ മൃഗത്തെ കണ്ടു. അതാണ് ഒരു വ്യത്യസ്തമായ മൃഗം. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ നിന്ന് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഇടയിൽ മറ്റൊരു കൊമ്പ് മുളച്ചു വരുന്നത് കണ്ടു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3, ഇപ്പോൾ ഈ ഒരു കൊമ്പ്, പുതിയൊരു കൊമ്പ് മുളച്ചു വരുന്നത് കണ്ടപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 10 കൊമ്പുകളിൽ 3 കൊമ്പുകൾ വേരോടെ പറിഞ്ഞു പോകുന്നത് കണ്ടു. ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സിംഹാസനങ്ങളെ വെച്ച് വയോധികനായ ഒരു സിംഹാസനങ്ങളെ വെക്കുന്നത് കാണുന്നു. വളരെ വയസ്സായ ഒരാൾ അതിലിരിക്കുന്നത് കാണുന്നു. ആ മനുഷ്യൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും തലമുടി നിർമ്മലമായ, അതും വെളുത്ത ആട്ടുരോമം പോലെ ഉള്ളതുമായിരുന്നു. അങ്ങനെ ഒരു ന്യായാസനത്തിൻ്റെ കാര്യമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ഒരു അഗ്നി നദി പുറപ്പെട്ടു വരുന്നതും 1000 പേർ ചേർന്ന് അവനെ ശുശ്രൂഷ ചെയ്യുന്നതും ഒക്കെയും കാണുകയാണ്. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ഈ കണ്ട വൃദ്ധനായ ശുഭ്രവസ്ത്രധാരിയായ, തലമുടിയൊക്കെയും താടിയുമൊക്കെയും നരച്ച വെളുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 10,000 പേർ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭയിരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച്, ഈ 4ാമത് വന്ന വലിയ മൃഗത്തെ നശിപ്പിച്ച് അതിനെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നതും കണ്ടു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവൻ്റെ മുമ്പിൽ വരുത്തുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. ഇത് വായിച്ച് പോകേണ്ടതുകൊണ്ടാണ് വായിക്കുന്നത്. അത് ചെറിയ വിശദീകരണം പോരാ. വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു ഓർഡറിൽ കാര്യം ഗ്രഹിക്കുകയുള്ളൂ. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യം. അപ്പോൾ ഇവിടെ ആണ് നമ്മളൊരു വ്യക്തമായ ഒരു ഫൈനൽ ഒരു കാര്യത്തിലേക്ക്, അവസാന സമാപ്തിയിലേക്കുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ദാനിയേൽ എന്ന ഞാനോ ഉള്ളിൽ എൻ്റെ മനസ്സ് വ്യസനിച്ചു. എനിക്ക് ഉണ്ടായ ദർശനങ്ങളെ ഞാൻ പരവശനായി. അപ്പോൾ ഈ പരവശനായി എന്ന് പറയുമ്പം സ്വപ്നം തീർന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുമ്പോൾ ഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ തുടർന്ന് വായിക്കുമ്പോൾ, ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തൻ്റെ അടുക്കൽ ചെന്ന് അവനോട് എല്ലാറ്റിൻ്റെയും സാരം ചോദിച്ചു. അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. ഈ 4 മഹാമൃഗങ്ങൾ, അപ്പോൾ ഈ സ്വപ്നം കണ്ടു, സ്വപ്നമാണ് കണ്ടതെന്ന് മനസ്സിലാക്കുകയും അതേ സ്വപ്നത്തിൽ തന്നെയാണ് ഈ ബാക്കി കാര്യവും സംഭവിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആളിനോട് ഇതെന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടിയൊക്കെ പറയുന്നത്. അത് സ്വപ്നത്തിന് പുറത്തല്ല, സ്വപ്നത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഇനി ഉണ്ടാകാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അതാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തിയ ആ സ്വപ്നത്തിൻ്റെ അവസാനം. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി ഇരുമ്പ് പല്ലും താമ്രനഖമുള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്ത മൃഗത്തെ, അതായത് 4ാമത്തെ മൃഗത്തെക്കുറിച്ച് പറയുകയാണ് ഇനി. അപ്പോൾ ആ ഒരു രാജ്യത്വവും അതിൻ്റെ തലയിൽ 10 കൊമ്പുകളെക്കുറിച്ചും കണ്ടതും, മുളച്ചു വന്നതും 3 കൊമ്പുകൾ വീഴിച്ചതും കണ്ണ് വമ്പ് പറയുന്ന വായുമുള്ളതും കൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അറിയാൻ ഇച്ഛിച്ചു എന്നാണ്. അപ്പം അതിനെക്കുറിച്ചും ചോദിച്ചു. അപ്പം ഈ വയോധികനായവന് വന്ന് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുകയും ചെയ്യുന്ന കാലം വരുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞതോ, 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിക്കാനുള്ള രാജ്യമാണ്. അത് സകല രാജ്യങ്ങളിൽ വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തുകളയും. ഇവിടെ നമ്മൾ ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത്, ആദ്യം കൽദയർ ഭരണം വരുന്നു. അത് കഴിഞ്ഞിട്ട് മേദ്യരോടും പാഴ്സികളും, പിന്നെ പാഴ്സികൾ, പിന്നെ ഗ്രീക്ക്, പിന്നെ റോമൻസ്. ഇതൊക്കെയാണ് തുടർച്ചയായിട്ട് വരേണ്ടത്. ഈ വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച്, അപ്പോൾ ഗ്രീക്കിൽ ആണ്
ഈ പറഞ്ഞ ഏറ്റവും ശക്തനായ രാജാവൊക്കെ വരുന്നത് നമ്മൾ കാണുന്നത് ഗ്രീക്കിൽ അലക്സാണ്ടറെ സംബന്ധിച്ച്. അപ്പം ആ അലക്സാണ്ടറെ സംബന്ധിച്ച് തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഭാഗവും. അപ്പം നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിക്കാനുള്ള രാജ്യം തന്നെ അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. അപ്പം അലക്സാണ്ടറെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നല്ലോ. പിന്നെ ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളെ കുറിച്ച് പറയുന്നത് എഴുന്നേൽക്കാനുള്ള 10 രാജാക്കന്മാർ. വെളിപ്പാട് 17:12. വെളിപ്പാട് 17:12 നമ്മൾ നോക്കിയാൽ അവിടെ അവിടെയും ഈ കാര്യം എഴുതി, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ സമയത്തും വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോഴും അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല എന്നാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ കാലത്തും ആ രാജാക്കന്മാരായിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നു, 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും, അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവന് 3 രാജാക്കന്മാർ. അപ്പം ഉയർന്നു വരുന്ന ഒരു കൊമ്പിനെ നമ്മൾ കണ്ടു. ആ കൊമ്പ് ഉയർന്നു വന്നപ്പോൾ 3 കൊമ്പുകൾ വീഴുന്നതിനെ സംബന്ധിച്ച് കണ്ടു. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 3 രാജാക്കന്മാരെ വീഴ്ചകളെയും ആ ഉയർന്നു വന്ന കൊമ്പ്. അതും ഒരു ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ രാജത്വമാണ്. അവർ ഈ 10 കൊമ്പുകളിൽ 3 കൊമ്പുകൾ നശിപ്പിക്കുന്നതും കാണാം. പിന്നെ വായിക്കുന്നത്, കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താരത്തോടെ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിൽ, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ രാജാവിൻ്റെ പ്രവചനത്തിൻ്റെ വിശദീകരണം കൊടുക്കുന്ന സമയത്ത് 2-ാം അധ്യായത്തിൽ അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ അധ്യായത്തിലും വായിക്കുന്നത്. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങൾ അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്വപ്നം അവസാനിക്കുന്നത്. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളിൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവവും മാറി, എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അപ്പോൾ ഇത്രയും ദീർഘമായ ഒരു സ്വപ്നം ചിട്ടയായി ഓരോ കാര്യങ്ങളും കൃത്യമായി ദൈവം ദാനിയേലിന് അതിൻ്റെ ഓർഡറിൽ, അതിൻ്റെ ക്രമത്തിൽ കാണിച്ചു കൊടുക്കുകയും ഓരോ കാലം കഴിയുന്നതനുസരിച്ച് ആദ്യത്തെ അവസാനം, അവസാനത്തെ ആദ്യമായിട്ടല്ല, ആദ്യം മുതൽ അവസാനമുള്ളത് അതിൻ്റെ ക്രമമായിട്ട് ദാനിയേൽ പ്രവാചകന് കാണിച്ചു കൊടുക്കുകയും ഇന്ന് ലോകത്ത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഈ വരാനിരിക്കുന്ന. ഇതിപ്പം കൽദേറുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ മേദിര് വരുന്നതിനെ കുറിച്ച് പോലും ആയിട്ടില്ല. ബെൽഷസ്സറിന്റെ കാലത്ത് ഈ സ്വപ്നം കാണുമ്പോൾ അവിടെ കൽദേ ദേശത്ത് അത് മാത്രമേ റിയലായിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇനി മേദിരും പാർസികളും ഗ്രീക്കും ഒക്കെ വരാനിരിക്കുന്ന കാലം മുമ്പോട്ട് കിടക്കുക. അതൊന്നും ആയിട്ടില്ല. അതൊന്നും സംഭവിക്കാത്ത കാലത്താണ് ആ സംഭവിക്കാതിരിക്കുന്ന കാലങ്ങളെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന് ഇങ്ങനൊരു ദർശനം ലഭിക്കുന്നതും അത് എഴുതി വെക്കുന്നതും. ഈ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിലും അതിൻ്റെ കാര്യങ്ങൾ വായിക്കുകയും ചെയ്യുമ്പം ദൈവം ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് തൻ്റെ വിശുദ്ധ ജനത്തോട്, അല്ലെങ്കിൽ തൻ്റെ ദാസനോട്, തൻ്റെ പ്രവാചകനോട് ഇത് അറിയിച്ചിരിക്കുന്നത്, ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി, തൻ്റെ വിശുദ്ധ ജനത്തിന് വേണ്ടി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതും അതെങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നതെന്നും നമ്മൾ ഈ കാലത്ത് ദാനിയേൽ പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് ഇന്ന് സഹസ്രാബ്ദങ്ങളായി ആ കാലത്തും നമ്മളിത് വായിച്ച് മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ വലിപ്പം, ദൈവത്തിൻ്റെ ജ്ഞാനം ഒക്കെ നമ്മൾ അതുപോലെ തൻ്റെ വിശുദ്ധന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഇതൊക്കെയും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന അധ്യായങ്ങളാണ് നമ്മൾ ഈ ദാനിയേൽ പ്രവചനത്തിലൂടെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായമാണ് 3-ാമത്തെ വായനാ ഭാഗം. ഇന്നലെ നമ്മൾ
വായിച്ചു നിർത്തിയത്. സ്റ്റെഫാനോസ് പിടിക്കപ്പെട്ടു. സ്റ്റെഫാനോസ് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലായിരിക്കുകയാണ്. അപ്പം അവനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉള്ളത് തന്നെയോ എന്ന് 7-ാം അധ്യായത്തിൽ ചോദിക്കുന്ന മഹാപുരോഹിതനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സ്റ്റെഫാനോസ് പറയുന്നതാണ്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ, കണ്ടോ, ഹാരാനിലെ അബ്രഹാമിൻ്റെ കാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. വളരെ ദീർഘമായ ഒരു പുരാതന കാലത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പേ മെസൊപ്പൊത്താമിയയിലിരിക്കുമ്പോൾ തേജോമന്നായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തിൽ നിന്ന് നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നതും അതിനുശേഷം സംഭവിക്കുന്നതുമായ കാര്യം, അതുപോലെ തന്നെ അബ്രഹാമിനും തൻ്റെ പുത്രനുമൊക്കെയും ഇസ്ഹാക്കിനുമൊക്കെയും പരിച്ഛേദന എന്ന നിയമം കൊടുക്കുന്നതും, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ആഹാരം കിട്ടാതെ മിസ്രൈം ദേശത്തിലും കനാൻ ദേശത്തിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാൽ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതായതും, അങ്ങനെ മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് കേട്ട് ഫറവോന് അടുത്ത് ആഹാരത്തിനായി വരികയും അങ്ങനെ യോസഫ് മരിച്ചു പോയിരുന്നു എന്ന് കരുതിയിരുന്ന യോസഫിനെ കണ്ടെത്തുകയും യോസഫ് അവിടെ താമസിപ്പിക്കുകയും ആകെ 75 പേര്, യോസഫിൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഉൾപ്പെടെ 75 പേർ അത് അവിടെ നിന്ന് താഴോട്ട് അബ്രഹാമിനെ അടക്കം ചെയ്തത്, ഇതെല്ലാം ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇവർ വലിയ ജനമായി അവിടെ ജനിച്ചു വളർന്നു. അത് കഴിഞ്ഞിട്ട് മോശ ജനിച്ചു. മോശയോട് ദൈവം ഇടപെടുന്നു. അപ്പോൾ നിന്നെ ന്യായകർത്താവും ഞങ്ങൾക്ക് അധികാരിയുമാക്കിയത് ആരെന്ന് ആ ജനം അവരോട് ചോദിക്കുന്നു എന്നൊക്കെയും ചോദിച്ച് അവസാനം പറയുന്നത്, സീനായ് മരുഭൂമിയിൽ 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവിടെ ദൈവദൂതനാണ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പക്ഷേ ഈ ദൈവദൂതൻ എന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ യഹോവ എന്ന ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് അവിടെ ആ ദൂതൻ വന്ന് പറയുന്നു. പക്ഷേ അവിടെ ദൂതനാണ് വന്നത്, ദൈവം വന്നിട്ടില്ല. അപ്പോൾ ദൈവദൂതൻ മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. എന്നിട്ട് അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദൈവം മുൾപ്പടർപ്പിൽ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പാനാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് വീണ്ടും പെട്ടെന്ന് അവിടെ നേരെ ഈ അടുത്ത കാലത്തേക്ക് വരികയാണ്. അത് പറയുന്നത്, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും തൻ്റെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനിൽ അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സിലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. കാളക്കെട്ടി ഉണ്ടാക്കി ബലി കഴിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഹന്നയാഗങ്ങളും ഒന്നും എനിക്ക് അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിക്കാനുണ്ടായ സ്വരൂപങ്ങളായ മോലോക്കിൻ്റെയും കൂടാരവും രഫാൻ ദേവൻ്റെ നക്ഷത്രവും നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബാബേൽ പ്രവാസത്തിനെ സംബന്ധിച്ചുള്ള എഴുത്ത്, അങ്ങനെ ബാബേൽ പ്രവാസത്തിലേക്ക് അവർ പോയത് ഒക്കെയും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം പറയുന്നത്, ഇതെന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, നീ വേണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടവനുണ്ടായിരുന്നു. അത് ദാവീദിൻ്റെ കാലം വരെയും ആ സാക്ഷ്യകൂടാരം വെച്ചിരുന്നു. പിന്നെ ഒരു ആലയമുണ്ടായി പണിഞ്ഞു, ശലോമോൻ ഒരു ആലയം പണിഞ്ഞു. പക്ഷേ അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. ശാഠ്യക്കാരും ഹൃദയത്തിൻ്റെ ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, വീണ്ടും ഇവരിലേക്ക് വരികയാണ്. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ. അപ്പം പിതാക്കന്മാരുടെ ഒരു ചരിത്രം പറഞ്ഞു. അവരെങ്ങനെയാണ് ദൈവത്തോട് ശാഠ്യത്തിലും നിഷേധത്തിലും അനുസരണക്കേടിലും മറ്റുള്ള ബിംബങ്ങളെയൊക്കെയും ആചരിച്ചൊക്കെയും പോയത് എങ്ങനെയാണോ, ദുശാഠ്യമുള്ള ജനം എങ്ങനെയായിരുന്നു, അതുപോലെ എന്ന് പറഞ്ഞു വരികയാണ്. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവർ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ. ഈ ചോദിച്ചവരോടാണ് ഈ മറുപടി. അപ്പം ഈ ഒരു ധൈര്യം
അതിന് വലിയ ധൈര്യമാണ്. കാരണം കൊല്ലാൻ വരെ അധികാരമുള്ള ആളുകളോടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നത് അത് ശരിയാണ്. എല്ലാ പ്രവാചകന്മാരും ഉപദ്രവമേറ്റിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വരും. മോശെ, അഹരോൻ ഒക്കെ വളരെ കഷ്ടങ്ങൾ ഏറ്റിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ പിന്നെ ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാരൊക്കെ വളരെ കഷ്ടം. ആരും സുഖമായ ഒരു പ്രവചന ശുശ്രൂഷ ആ സമയത്ത് ഇവരാരും ഈ പ്രവാചകന്മാരെ അംഗീകരിക്കില്ല. പ്രവാചകന്മാർ പറയുന്നതിന് എതിർത്ത് പറയും, നീ ദൈവം അയച്ചവനല്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. മുന്നറിയിച്ച പ്രവാചകന്മാരെ നിങ്ങളുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹിയും കൊലപാതകന്മാരും ആയിത്തീർന്നു. ആർക്ക്? ദൈവത്തിന്. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചില്ല. ന്യായപ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങളത് അനുസരിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവനെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടതുകൊണ്ട് ഈ ഒരു ദർശനം അല്ലെങ്കിൽ കാഴ്ച സ്തെഫാനോസ് കാണുന്നത്, അത് സ്തെഫാനോസ് അവിടെ പരസ്യമായിട്ട് വിളിച്ച് ഞാനിത് കാണുന്നു എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് കോപം അടക്കാൻ വയ്യ. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു വന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ അവിടെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ്. കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് അവിടെ സത്യം. കല്ലെറിയുക എന്ന് പറയുന്നത് മോശയുടെ കൽപ്പനയിലുള്ളതാണ്. ദൈവത്തിനെ തള്ളിക്കളയുന്നവൻ ജനത്തിൽ നിന്ന് ഛേദിക്കപ്പെടണം, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് തന്നെയാണ് ഇവിടെ. വെറുതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു എന്നുള്ളതല്ല, കല്ലെറിഞ്ഞ് കൊല്ലാൻ തക്കവണ്ണം കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. അപ്പോൾ ശൗലിൻ്റെ ഒരു എൻട്രിയിലേക്ക് വരികയാണ്. ശൗൽ എന്ന പൗലോസിൻ്റെ എൻട്രിയിലേക്ക് ഇവിടെ വരികയാണ്. അപ്പം അതിന് ആ ശൗലിൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവ് യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവ് ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് നിദ്ര പ്രാപിച്ചു. അപ്പം യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ അതേ പാതയിൽ തന്നെയാണ് സ്തെഫാനോസും പറയുന്നത്. ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുത്, അതായത് ഇവരോട് ക്ഷമിക്കണമേ, ഇവരുടെ പാപം ഇവരെ കണക്കിടരുത് എന്ന് പറയുന്നത് അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള ബോധം സ്തെഫാനോസിനുണ്ട്. അങ്ങനെ സ്തെഫാനോസ് നിദ്ര പ്രാപിച്ചു. അപ്പോൾ സ്തെഫാനോസ് എന്ത് നീതിമാനും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന ഒരു മനുഷ്യനുമാണ്. അത് സ്തെഫാനോസ് ഈ നമ്മൾ നേരത്തെ കണ്ട 7 പേരിലൊരുവനാണ്, പുതുതായി തിരഞ്ഞെടുത്ത 7 പേരിലൊരുവനുമാണ്. ശുഷ്കാന്തിയുടെ കാര്യത്തിൽ, ധൈര്യത്തിൻ്റെ കാര്യത്തിൽ, താൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ, ഉറപ്പിൻ്റെ കാര്യത്തിൽ ഒന്നും യാതൊരു സംശയമോ ഒരു പുറകോട്ട് പോക്കോ അതിൻ്റെ നിലവാരത്തിൽ ശോഷണം സംഭവിക്കുകയോ ഒന്നും സ്തെഫാനോസിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. നമുക്ക് സ്തെഫാനോസിനെ ഒരു മാതൃകയായി കാണാൻ പറ്റുന്ന ചുരുക്കം വാക്കുകളിലെ സ്തെഫാനോസിനെ നമുക്ക് ബൈബിളിൽ കാണാനൊക്കെ ഉള്ളൂ. സ്തെഫാനോസിനെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ അധ്യായത്തിലാണ്. ഈ അധ്യായത്തിൽ ഇങ്ങനെ സ്തെഫാനോസിന് ഇത്രയും വലിയൊരു പീഡനം അനുഭവിക്കേണ്ടി വന്നു. കല്ലെറിയാന്ന് ഓരോ കല്ല് ദേഹത്ത് കൊള്ളുമ്പോഴും ഒരു കല്ലെറി കൊണ്ടുമ്പോൾ അങ്ങ് മരിക്കുകയല്ല. കല്ലേറ് കൊള്ളുന്ന സമയത്ത് ആ കല്ലിൻ്റെ മൂർച്ചയോടെ എവിടെയൊക്കെ കല്ല് കൊള്ളുന്നു അതെല്ലാം കൊണ്ട് വേദനിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് ആ മരണം. കല്ല് ഒന്ന് കുമിഞ്ഞു കൂടും. കല്ലിൻ്റെ സൈസ് ഓരോരുത്തർ കൈ കിട്ടുന്ന കല്ല് ചെറിയ കല്ലൊന്നും ആയിരിക്കില്ല. കിട്ടുന്ന വലിയ കല്ലുകളും ചെറിയ കല്ലുകളും എല്ലാം എടുത്തെറിയും. അത് കൊണ്ട് അവസാനം വീണിട്ട് വീണ്ടും കല്ലെറിയും. അങ്ങനെ കല്ലെറിഞ്ഞ് ആ കല്ല് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ വരും. അപ്പോൾ അവിടെ കിടന്ന് ആ കല്ലിനടിയിൽ കിടന്ന് തന്നെ മരണം സംഭവിക്കും. അങ്ങനെ വർണ്ണിച്ചാൽ വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഈ കല്ലേറ് കൊണ്ടുള്ള മരണം എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ. അത്ര ദുഷ്കരമായ ഒരു മരണമാണ് ദൈവം തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഈ കല്ലേറ് കൊണ്ടുള്ള മരണം. അപ്പം അന്നത് ഉണ്ട്, ദൈവം വെച്ച നിയമമാണ്. പക്ഷേ അത് കൊള്ളാതിരിക്കാൻ അന്നത്തെ ജനം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ആ നിയമം ഇവിടെ നിഷ്കളങ്കനായ നീതിമാനായ ഒരുവനെയും ശിക്ഷിക്കാൻ അത് ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ
യഥാർത്ഥ ഒരു നല്ലതിനു വേണ്ടി വെച്ചിരുന്ന ഒരു നിയമത്തെ ദോഷത്തിൽ സംഭവിക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയും. 3 വേദഭാഗങ്ങളിവിടെ അവസാനിക്കുന്നു. പുതിയ അറിവിലേക്ക് വലിയ കാര്യങ്ങൾ നമുക്കിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു ഫ്രഷ്നെസ് ഈ വായനയിലൂടെ നമുക്ക് ലഭിച്ചുവെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.